എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യക്കാരുടെ അഭിമാനം ഉയർത്തിയ നടപടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ആ സിന്ദൂർ അതിർത്തിയിലുള്ള ഇന്ത്യക്കാർക്ക് എന്തായിരുന്നു? അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കാൻ മെനക്കെട്ടിട്ടുണ്ടോ? പൂഞ്ച്, രജൗരി, ഉറി, കുപ്വാര എന്ന അതിർത്തി ജില്ലകളിൽ താമസിക്കുന്നവരുടെ അഭിമാനബോധം ഉയർന്നിരുന്നു. എന്താ അവിടുത്തെ ഒരു സ്ഥിതി? പഞ്ചാബ് അതിർത്തിയിലെ സ്ഥിതി ഹിന്ദു പത്രം ഫുൾ പേജ് ഫീച്ചറാക്കി ശനിയാഴ്ചയിലെ പത്രത്തിലിട്ടിട്ടുണ്ട്. മനസാക്ഷിയുള്ള ഓരോ മനുഷ്യനും ഞെട്ടിപ്പോകും. അത്രയ്ക്കും വലിയ വിവേചനമാണ് ഇന്ത്യക്കാരായ നമ്മൾ ചില ഇന്ത്യക്കാരോട് കാട്ടിക്കൊണ്ടിരിക്കുന്നത്. പഹൽഗാമിൽ ജീവിതം നഷ്ടപ്പെട്ടവരോട് കാണിച്ച പ്രാധാന്യം അതിർത്തിയിൽ ജീവിക്കുന്ന മനുഷ്യരോട് നമ്മൾ കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ല. അവർ ദരിദ്രരാണ്. അതുകൊണ്ടാണല്ലോ അതിർത്തിയിലെ പാടശേഖരങ്ങളിൽ കടന്ന് കഷ്ടപ്പെടുന്നത്. അവരുടെ ലൈഫിന് കളറില്ല, ജീവിതം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ചാനലിൽ ഇവരെപ്പറ്റി വാർത്ത കൊടുത്താൽ കാണുന്നവർ ആ ചാനൽ വേഗം മാറ്റും. അതുകൊണ്ട് അവിടെ ചാനൽക്കാരുടെ ഒരു ബഹളവുമില്ല. പഞ്ചാബിലെ ഫിറോസ്പൂർ സിറ്റിയിൽ നിന്ന് ഖായ് ഫീം കി വില്ലേജിലേക്ക് 15 മിനിറ്റാണ് എടുക്കുക. നിറച്ചും വിളഞ്ഞു നിൽക്കുന്ന ഗോതമ്പ് പാടങ്ങളാണ്. ആ വില്ലേജിൽ നിന്ന് 15 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക്. ഓപ്പറേഷൻ സിന്ദൂറിന് മറുപടിയായി പാകിസ്ഥാൻ അയച്ച ഷെല്ലുകൾ വന്നു വീണ വീടുകളാണ് അവിടെ ഉള്ളത്. അതിൽ സുഖ്വിന്ദർ കൗറിൻ്റെ വീടും പെടും. ആ സ്ത്രീ അന്ന് ഭർത്താവിനും മകനും ഭക്ഷണം വിളമ്പി കൊടുക്കുകയായിരുന്നു, അത്താഴം വിളമ്പി കൊടുക്കുകയായിരുന്നു. അപ്പോഴാണ് ആ മുതൽ വന്ന് വീണത്. പുറത്ത് പാർക്ക് ചെയ്തിരുന്ന കാറ്, പശുക്കളുടെ തൊലി എല്ലാം കരിഞ്ഞുപോയി. ഈ ചിത്രങ്ങൾ നോക്കുക. തൊലി പൊള്ളിയ പശു, മരണവീട്ടിൽ തടിച്ചുകൂടിയ സ്ത്രീകൾ, ഇതൊക്കെയാണ് ഈ ചിത്രങ്ങളിൽ കാണുന്നത്. ആ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും പൊള്ളലേറ്റു. സുഖ്വിന്ദർ കൗർ എന്ന ആ വീട്ടമ്മ 2-3 ദിവസം ജീവന് വേണ്ടി പൊരുതി. അവസാനം മെയ് 13 മരിച്ചു. കുടുംബനാഥന്, അവരുടെ ഭർത്താവിന് 70% പൊള്ളലേറ്റിരുന്നു. മകനും പൊള്ളലേറ്റു. അവർ രണ്ടുപേരും മരിച്ചിട്ടില്ല. അതിർത്തിയിൽ താമസിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ റിസ്ക് ഭയങ്കരമാണ്. പക്ഷേ ഒരു നല്ല ആശുപത്രി കിട്ടണമെങ്കിൽ 60-70 കിലോമീറ്റർ പോകണം. സുഖ്വിന്ദർ കൗറിൻ്റെ മൃതദേഹത്തിനും 70 കിലോമീറ്റർ ഇങ്ങോട്ട് സഞ്ചരിക്കേണ്ടി വന്നു സ്വന്തം ഗ്രാമത്തിൽ തിരിച്ചെത്താൻ. ബോഡിയെത്തിയ വിവരമറിഞ്ഞ് നാട്ടുകാർ അവിടെ ഇരച്ചെത്തി. മറ്റാരുമില്ല. ആദരവർപ്പിക്കാനും ഫോട്ടോ എടുക്കാനും ആരുമില്ല. അവിടെ കൂടിയിരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും പറഞ്ഞു, മൃതദേഹം അവിടെ കിടക്കട്ടെ, നമ്മുടെ ജീവനും വിലയുണ്ട്. 1 കോടി രൂപയെങ്കിലും നഷ്ടപരിഹാരം കിട്ടാതെ സംസ്കരിക്കുന്ന പ്രശ്നമില്ല. പ്രകടനവും മുദ്രാവാക്യവും തുടങ്ങി. അങ്ങനെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ നമ്മൾ രാജ്യസ്നേഹികൾ അവിടെ എത്തി. പിന്നെ നെഗോഷിയേഷനുകളായി. മണിക്കൂറുകളെടുത്ത ചർച്ച. അവസാനം 10 ലക്ഷം രൂപ കോമ്പൻസേഷൻ കൊടുത്ത് പഞ്ചാബ് ഗവൺമെൻറ് അവിടെ നിന്ന് തടി കഴിച്ചിലാക്കി. ഇതെന്ത് രാജ്യസ്നേഹമാണ് സുഹൃത്തുക്കളെ! ഉയർന്ന മിഡിൽ ക്ലാസ്സിന് കിട്ടുന്ന രാജ്യസ്നേഹം പാവപ്പെട്ടവർക്ക് കിട്ടാത്തത് എന്തുകൊണ്ടാണ്? ഇന്ത്യയോടാണ് രാജ്യസ്നേഹമെങ്കിൽ ആ രാജ്യസ്നേഹം എല്ലാ ഇന്ത്യക്കാരോടും ഉണ്ടാകണമല്ലോ. കാരണം എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരാണ് എന്നല്ലേ നമ്മെ പുസ്തകം പഠിപ്പിച്ചത്. ചിലർ ഭീകരരുടെ സഹോദരിമാരാണ് എന്ന ഒരു വെർഷൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു. പക്ഷെ അത് കഴിഞ്ഞ ആഴ്ചയാണല്ലോ കേട്ടത്. ചരിത്രത്തിൽ ചിലർ അവഗണിക്കപ്പെടാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ രാജ്യസ്നേഹത്തിൻ്റെ കാര്യത്തിലെങ്കിലും ഒരു തുല്യമായ പരിഗണന എല്ലാ ഇന്ത്യക്കാർക്കും കൊടുത്തുകൂടെ? അന്ന് തന്നെയാണ് എക്സ് എന്ന സാമൂഹ്യ മാധ്യമത്തിൽ ഭാവിക കപൂർ എന്ന ഭവതി ഒരു പോസ്റ്റ് ഇട്ടത് ഞാൻ ശ്രദ്ധിക്കാനിടയായത്. അതിലെ ആശയം ഞാനിവിടെ വായിക്കാം. പഹൽഗാമിൽ നമുക്ക് 26 ജീവൻ നഷ്ടപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ നമ്മുടെ 23 ജീവൻ കൂടി നഷ്ടപ്പെട്ടു. റഫാൽ ജെറ്റുകൾ തകർന്നു പോയതിനാൽ ലക്ഷക്കണക്കിന് ഡോളർ നഷ്ടപ്പെട്ടു. എന്നിട്ടും പഹൽഗാമിൽ നമ്മുടെ സഞ്ചാരികളെ കൊന്ന ആ തീവ്രവാദികളെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ എന്തു നേടി എന്നാണ് ആ സ്ത്രീ ചോദിക്കുന്നത്. ഞാൻ അവരുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്തു. വോക്കല്ല, ഹമാസിനെ വിസ്മയം എന്ന് എവിടെയെങ്കിലും വിശേഷിപ്പിക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കി. പ്രഥമദൃഷ്ടിയെ കണ്ടില്ല. ഇക്കാലത്ത് അഹിംസ പറയുന്നവരെ ഇസ്ലാമ പ്രേമിയ എന്ന അസുഖം നന്നായി ബാധിച്ചിരിക്കുമല്ലോ. അങ്ങനെയല്ലാത്ത സമാധാനവാദികളെ കാണാൻ തന്നെ പ്രയാസം. എന്നാൽ ഭാവിക കപൂർ എന്ന ഭവതി ആ ടീമിൽപ്പെട്ടവരല്ല. ലിബറൽ എത്തിസ്റ്റ് എന്നാണ് അവർ സ്വയം വിശേഷിപ്പിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ റിയലാണ്, കള്ളമില്ല, ചതിയില്ല. സെൻസിബിളായ ഇത്തരം ചോദ്യങ്ങൾ ആര് ചോദിച്ചാലും നമ്മൾ ചിന്തിക്കണം. എൻ്റെ ചിന്ത പോയത് ജീസസ് പറഞ്ഞ ഒരു ഉപമയിലേക്കാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ
എല്ലാവരും കേട്ടിട്ടുള്ളൊരു ഒരു ഉപദേശമാണ്, അല്ലെങ്കിൽ ഒരു ഉപമയാണ്. ഒരു ഇടയൻ തൻ്റെ 100 ആടുകളിൽ ഒന്നിനെ കാണാതാകുമ്പോൾ ബാക്കിയുള്ള 99 ആടുകളെയും വിട്ടിട്ട് നഷ്ടപ്പെട്ട ആടിനെ തിരയുന്നു. ഈ ഉപമയെ നമ്മൾ എങ്ങനെയൊക്കെ മനസ്സിലാക്കാം. വിവേകത്തോടെ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു ആട് നഷ്ടപ്പെട്ടാൽ ആ ഇടയൻ നഷ്ടപ്പെട്ട ആടിനെ തപ്പിപ്പോണം. കാരണം ഓരോ ആടുകളും പ്രധാനമാണല്ലോ. പക്ഷേ ബാക്കിയുള്ള 99നെയും സുരക്ഷിതമാക്കി ഒരിടത്ത് നിർത്തിയിട്ട് വേണം ആ ഇടയൻ നഷ്ടപ്പെട്ട ആടിനെ തേടിപ്പോകാൻ. അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ 99 ആടുകളും വേറെ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അതിൽ നിന്നും കുറേ ആടുകളെ ചെന്നായ പിടിച്ചിരിക്കാം, കുറുക്കം പിടിച്ചിരിക്കാം, മറ്റു മനുഷ്യർ തന്നെ പിടിച്ചെന്നിരിക്കാം. എന്നാൽ ഈ ഉപമയെ നമ്മൾ അക്ഷരാർത്ഥത്തിൽ എടുത്താലോ, നഷ്ടപ്പെട്ടതിനെ തപ്പാൻ വേണ്ടി ബാക്കിയുള്ളതിനെ കൈവിട്ടാലും കുഴപ്പമില്ല എന്ന ഒരു തെറ്റായ ധാരണയിൽ നമ്മൾ എത്തിച്ചേരും. പഹൽഗാമിൽ നഷ്ടപ്പെട്ട നമ്മുടെ 26 ജീവനുകൾക്ക് പ്രതികാരം തേടിപ്പോയപ്പോൾ പുഞ്ച്, രജൗരി, ഉറി, കുപ്വാര, പിന്നെ നമ്മൾ പറഞ്ഞ പഞ്ചാബ്, അതിലെ ആ അതിർത്തി ജില്ലകളിൽ താമസിക്കുന്നവരെ പറ്റി ഓർത്തിട്ടുണ്ടോ? അവരെ സുരക്ഷിതമാക്കി നിർത്തിയിട്ട് വേണം തിരിച്ചടിക്കേണ്ടത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നഷ്ടപ്പെട്ട ജീവനുകൾക്ക് തുല്യമാണ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ജീവനുകൾ എന്ന വിവേകം നമ്മൾ ഉൾക്കൊണ്ടിരുന്നു. AI ചാറ്റ്ബോട്ടുകളും സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരും പറയുന്നത് സുതാര്യമായ റിപ്പോർട്ടിംഗ് ഇല്ലാത്തത് മൂലം സത്യം മിണ്ടാൻ പറ്റുന്നില്ല എന്നാണ്. ഗവൺമെൻറ്റുകളുടെ അവകാശങ്ങൾ മാത്രമാണ് നമുക്ക് പ്രധാന ഇൻപുട്ട്. ബാക്കി സത്യം കണ്ടെത്തേണ്ടത് ആഫ്റ്റർ ഇഫക്റ്റുകളിൽ നിന്നാണ്. ലഭ്യമായ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം പുഞ്ച് ജില്ലയിൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അവിടെ വീടുകൾ തകർന്നിട്ടുണ്ട്. രജൗരിയിലും ഷെല്ലാക്രമണം ശക്തമായിരുന്നു, നിരവധി സാധാരണക്കാർക്ക് അവിടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉറി എന്ന മേഖലയിലും ഷെല്ലാക്രമണം കാരണം നാശനഷ്ടങ്ങൾ സംഭവിച്ചു. കുപ്വാരയിലും അതിർത്തി ഗ്രാമങ്ങളിലും അതുപോലെ ഷെല്ലാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭവതി പറയുന്നത് ഒരു വിശ്വാസയോഗ്യമായ കണക്കാണെങ്കിൽ 23 ജീവനാണ് പ്രകാരം നഷ്ടപ്പെട്ടിട്ടുള്ളത്. എന്താ നമ്മുടെ അതിർത്തികളിലെ ഒരു സ്ഥിതി? കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ഒരു സൈനികൻ അറിയാതെ പാക് അധീന പ്രദേശത്തേക്ക് കയറിപ്പോയി. ബ്രിട്ടീഷ് ഇന്ത്യയെ 1947 ഇന്ത്യയും പാക്കുമായി വിഭജിച്ച സമയത്ത് വീട് ഒരു രാജ്യത്തും ആ വീടിൻ്റെ ടോയ്ലറ്റ് മറ്റൊരു രാജ്യത്തും എന്ന സ്ഥിതി പോലും ഉണ്ടായി എന്ന് തമാശയ്ക്ക് പറയാറുണ്ട്. അത്രയ്ക്കും നേർത്തതാണ് നമ്മുടെ അതിർത്തിയെങ്കിൽ വിവേകമുള്ള ഒരു ഇടയൻ എന്താണ് ചെയ്യേണ്ടത്? നഷ്ടപ്പെട്ട ആടുകൾക്കായി പോകുന്നതിന് മുമ്പ് കൂടെയുള്ള ആടുകളെ അദ്ദേഹം സുരക്ഷിതമാക്കുമായിരുന്നു. ഗാന്ധിയെ നോക്കുക. ഗാന്ധി അഹിംസാ മാർഗം സ്വീകരിച്ചത് തന്നെ ഇത്തരം ഒരു ഇടയനായതുകൊണ്ടാണ്. തന്നെ വിശ്വസിച്ച് കൂട്ടം കൂടിയ ഒരാളുടെ പോലും ജീവൻ അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ യന്ത്രത്തോക്കുകൾക്ക് കൊടുക്കാൻ സമ്മതിച്ചിട്ടില്ല. അക്കാര്യത്തിൽ മരിക്കും വരെ അദ്ദേഹം ഉറച്ചു നിന്നു. ഏറ്റവും ദരിദ്രനായ ഒരുവൻ്റെ സുരക്ഷിതത്വത്തിൽ പോലും ഗാന്ധിജി ശ്രദ്ധാലുവായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ അതിർത്തിയിലുള്ളവരെ ഒഴിപ്പിച്ച് നമ്മുടെ കയ്യിലുള്ള എല്ലാ അയൺ ഡോമുകളും നമ്മൾ ഉപയോഗിച്ച് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയതിന് ശേഷവും അവർ നമ്മളെ കൊല്ലുകയാണെങ്കിൽ അത് അവരുടെ മിടുക്ക് നമ്മൾ സമ്മതിക്കാം. ഇവിടെ താത്വികമായ ഒരു ചോദ്യത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് ഓരോ ജീവനും വിലപ്പെട്ടതാണെന്ന് വികസന രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് തോന്നാത്തത്? എൻ്റെ അഭിപ്രായത്തിൽ പ്രധാനപ്പെട്ട കാരണം അവർ വിശ്വസിക്കുന്ന കഥകളാണ്. പഴങ്കഥകളെയും നടക്കാത്ത സ്വപ്നങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയ പാർട്ടികളാണ് പലയിടത്തും ഭരിക്കുന്നത്. പുതിയ കഥകളുണ്ട്. മനുഷ്യാവകാശം, ലിംഗസമത്വം, അവസരസമത്വം, ലിബർട്ടി, സാഹോദര്യം തുടങ്ങിയ മൂല്യങ്ങൾ അതൊക്കെ അവരുടെ പുന്നര പഴങ്കഥകൾക്ക് കീഴിൽ നിൽക്കേണ്ട ചണ്ടാള ആശയങ്ങൾ മാത്രമാണ്. വളരെ പോപ്പുലറായ ഒരു പുന്നാര പഴങ്കഥ പറയുന്നത് അവിശ്വാസികളെ കൊന്നുകളയുന്നത് സ്വർഗത്തിലേക്ക് A ക്ലാസ് ടിക്കറ്റ് കിട്ടാനുള്ള പുണ്യപ്രവൃത്തിയാണ് എന്നാണ്. അപ്പോൾ പിന്നെ അതിർത്തിയിലേക്ക് തലങ്ങും വിലങ്ങും ഷെല്ലുകൾ വർഷിക്കാം. അവിടെയുള്ളത് പാവങ്ങളാണോ പട്ടാളക്കാരാണോ എന്നൊന്നും നോക്കേണ്ട ഒരു കാര്യവുമില്ല. മറ്റൊരു പഴങ്കഥ, ഫേമസായ പഴങ്കഥ പറയുന്നത് ആത്മാവിന് നാശമില്ല, ദേഹം നശിക്കുന്നു, ദേഹി അതിജീവിക്കുന്നു. നമ്മൾ പഴകിയ വസ്ത്രം മാറ്റി പുതിയ വസ്ത്രം എടുത്ത് ഇടുന്നത് പോലെ ആത്മാവ് പഴകിയ ദേഹത്തിൽ നിന്ന് പുതിയത് തപ്പിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ കുറച്ച് ശരീരങ്ങൾ കൂടി നഷ്ടപ്പെട്ടാൽ എന്താണ് കുഴപ്പം? ആ ആത്മാവുകൾക്ക് പുണ്യം കിട്ടുകയല്ലേ ചെയ്യുക. ഈ തോട്ടിൻ്റെ ഒരു ആത്യന്തിക ഫലം നോക്കൂ. യുദ്ധങ്ങളിൽ മരിച്ചവർക്ക് പേരില്ല, കണക്കില്ല, അവരെ ഓർത്ത് ആരും വ്യാകുലപ്പെടുന്നുമില്ല. എന്തെങ്കിലും നേടിയെന്ന് അഭിമാനിക്കണമെങ്കിൽ കുറച്ചെന്തെങ്കിലും നഷ്ടപ്പെടാതെ പറ്റുമോ എന്ന ആശ്വാസമാണ് പല നിശ്വാസങ്ങളും നിന്നുപോയതിൻ്റെ ന്യായീകരണമായി നമ്മൾ പറയുന്നത്.
ഇത് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ലോക സമാധാനത്തിൽ ആറ്റം ബോംബിനാണ് പ്രധാനപ്പെട്ട പങ്ക് എന്ന്. എല്ലാ പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങൾക്കും ആറ്റം ബോംബ് വന്നതോടെ, കൈവശം വന്നതോടെ എല്ലാവരും അന്യോന്യം പേടിച്ചു. പ്രതികാരങ്ങളും കടന്നുകയറ്റങ്ങളും അവർ അവസാനിപ്പിച്ചു. ആണവ യുദ്ധം എന്നത് ആത്മഹത്യയാണ് എന്നൊരു ചിന്ത, ആ ചിന്തയിലൂടെയാണ് അവർ സ്വയം ബലപ്പെട്ടത്. 1,00,000 പേരെ നിങ്ങൾ കൊന്നാൽ 1,50,000 പേരെ ഞങ്ങൾക്ക് കൊല്ലാൻ കഴിയും, പക്ഷേ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന 1,00,000 പേർ ഞങ്ങൾക്കത് അതീവ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ടവർ യുദ്ധം ചെയ്യാൻ കാശ് മുടക്കുന്നത് വെട്ടിക്കുറച്ചു, യുദ്ധ ബഡ്ജറ്റ് കുറച്ചു. ആ ഫണ്ടാണ് പിന്നീട് ഗവേഷണങ്ങളിലേക്ക് തിരിച്ചു വിട്ടത്. ആ പണം ഉപയോഗിച്ചാണ് നമ്മുടെ പിള്ളേരൊക്കെ യൂറോപ്പിൽ പോയി പഠിക്കുന്നത്. ആ കുട്ടികളെ നോക്കുക, അവർ എവിടെ ചെന്നാലും അവരുടെ പഴങ്കഥകളെ ഓമനിച്ച് ജീവിക്കുന്നു. അവിടെ ഇരുന്നു കൊണ്ട് അവരുടെ നാട്ടിലെ യുദ്ധ ബഡ്ജറ്റ് ഉയർത്തുന്നതിൻ്റെ ആവശ്യകതയ്ക്ക് വേണ്ടി അവർ വാദിക്കുന്നു. നെഞ്ചിൻ്റെ വീതി നോക്കി അവർ വോട്ട് കൊടുക്കുന്നു. ഇതിനിടയിൽ മറ്റൊരു വിവരം പുറത്തു വന്നു. അത് വിദേശകാര്യമന്ത്രിയിൽ നിന്നുമായിരുന്നു. തുറന്ന സമൂഹമുള്ള രാജ്യങ്ങൾ പോലും പുറത്തുവിടാത്ത ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. At the start of the operation, we had sent a message to Pakistan saying we are striking at terrorist infrastructure. We are not striking at the military. So the military has an option of standing out and not interfering in this process. ഓപ്പറേഷൻ്റെ തുടക്കത്തിൽ തന്നെ, അതായത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പാകിസ്ഥാനെ സന്ദേശം അറിയിച്ചു, ഈ വിഷയവും ഉണ്ടാകുമെന്ന് പറഞ്ഞ്. അതായത് ഞങ്ങൾ ഭീകരവാദികളുടെ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തുക, ഞങ്ങൾ സൈന്യത്തെയൊന്നും ആക്രമിക്കില്ല, പക്ഷേ ആക്രമണം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇത് മീശ മാധവൻ കക്കാൻ ചെല്ലുന്ന കാര്യം മീശ വീച്ചറിയിക്കുന്ന പോലെയുള്ള ഒരു മുന്നറിയിപ്പായി പോയി എന്ന് വിമർശനങ്ങൾ ഉയർന്നു. ഇതേ ഞങ്ങളുടെ വിമാനം പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ, അത് മുൻകൂട്ടി പറഞ്ഞാൽ പിന്നെ അവർക്ക് പണി കുറഞ്ഞല്ലോ. അവർക്ക് പിന്നെ വിമാനവേദ മിസൈലുമായി കാത്തിരുന്നാൽ മതി. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത് എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന്. റാഫേൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന പ്രചാരണം പാകിസ്ഥാൻ നടത്തിയിരുന്നു. ലോകം അതിൽ വിശ്വസിക്കുകയും ചെയ്തു. എന്ന് ഞാൻ പറയുമ്പോൾ ലോകം അതെങ്ങനെ വിശ്വസിച്ചു എന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കി എന്നൊരു ചോദ്യം കൂടി വരും. ഷെയർ മാർക്കറ്റുകളിലാണ് അത് പ്രതിഫലിച്ചത്. ഡസോൾട്ട് ഏവിയേഷൻ എന്ന കമ്പനിയാണ് റാഫേൽ വിമാനങ്ങൾ നിർമ്മിച്ചിരുന്നത്. മെയ് 12-ന് ഡസോൾട്ടിൻ്റെ ഓഹരികൾ 7% ഇടിഞ്ഞു. ഏകദേശം 292 യൂറോയിൽ അതെത്തി. പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നത് ചെങ്ഡു എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ്റെ J-10 യുദ്ധവിമാനങ്ങളാണ്. റാഫേലിനെ തകർത്തു എന്ന അവരുടെ അവകാശവാദം മൂലം, അത് ജനങ്ങൾ വിശ്വസിച്ചതുമൂലം J-10 യുദ്ധവിമാനങ്ങളുടെ ഓഹരി വില 20% വർദ്ധിച്ചു. വിമാനം തകർന്നു എന്ന പ്രചാരണം വ്യാപകമാകാനുള്ള മറ്റൊരു കാരണം ആക്രമണത്തിൽ പങ്കെടുത്ത വിമാനങ്ങളുടെ എണ്ണമാണ്. 9 വിമാനങ്ങളല്ല അതിർത്തി കടന്ന് ആക്രമണം നടത്തിയത്, ചുരുങ്ങിയത് 70 എണ്ണം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. പാകിസ്ഥാൻ 50 വിമാനങ്ങൾ തിരിച്ചുപയോഗിച്ചു. എത്ര? ഇത് പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളിൽ ഭയങ്കരമായ ഭയമാണ് ഉണ്ടാക്കിയത്. സാമ്പിളിൽ 70 വിമാനമാണ് വന്നതെങ്കിൽ ഒറിജിനൽ പൂരം വരുമ്പോൾ ആണവായുധം വരും എന്നാണ് അവർ ഭയന്നത്. അതുകൊണ്ടാണ് അവരിടപെട്ട് പൊടുന്നനെ യുദ്ധം നിർത്തിവെപ്പിച്ചത് എന്ന് അവർ പറയുന്നു. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് വിദേശകാര്യ മന്ത്രി പറഞ്ഞ കാര്യവും നിഷേധിച്ചിട്ടുണ്ട്. മുന്നറിയിപ്പ് കൊടുത്തു എന്ന് പറഞ്ഞതും നിഷേധിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം സുതാര്യത ഇല്ല എന്നതാണ്. ഓപ്പൺ സൊസൈറ്റി അല്ല നമ്മളൊരു തുറന്ന സമൂഹമേ അല്ല. യുദ്ധത്തെപ്പറ്റി ഡിസ്കോഴ്സ് നടത്താൻ ഇവിടെ സാധ്യമല്ല. അമേരിക്ക യുദ്ധം നടത്തുമ്പോൾ അമേരിക്കക്കാർ ചെയ്യുന്നത് പോലെ യുദ്ധത്തിനെതിരെ മഹാറാലികളൊന്നും ഇവിടെ നടത്താൻ എളുപ്പമല്ല. വിയറ്റ്നാം കാലത്ത് മാത്രമല്ല അമേരിക്കക്കാർ പ്രകടനം നടത്തിയിട്ടുള്ളത്. ഈ ഭീകരവാദികളായ ഹമാസിന് വേണ്ടി വരെ അവിടെ അമേരിക്കയുടെ പതാക കത്തിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്തേ അമേരിക്കയുടെ അഖണ്ഡതയ്ക്ക് വല്ലതും പറ്റിയോ? ഇനി ഇസ്രായേലിലേക്ക് വരാം. അവരുടെ TV നമുക്ക് പരിശോധിക്കാം. എന്നും യുദ്ധവിരുദ്ധ പ്രകടനങ്ങളാണ്. പാലസ്തീൻ്റെ തൊട്ടടുത്താണവർ. അവർ സഹിച്ച ഭീകരാക്രമണമൊന്നും നമ്മൾ സഹിച്ചിട്ടില്ലല്ലോ. എന്നിട്ടും അവിടെ സ്വാതന്ത്ര്യമുണ്ട്, സുതാര്യതയുണ്ട്. അവർ നടത്തുന്ന എല്ലാ ആക്രമണങ്ങളും അവർ ജനങ്ങളെ അറിയിക്കുന്നു. മരണങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നു. അതാണ് പ്രധാനം. നിങ്ങൾക്കറിയാമോ, പാലസ്തീനിൽ വെച്ച് 2 ബന്ദികൾ ഇസ്രായേലി സൈനികരെ അവരുടെ കൈ ഉയർത്തി കാണിച്ചു. സൈനികർ വിചാരിച്ചത് ഭീകരരാണെന്നാണ്. അവർ അവരെ വെടിവെച്ച് കൊന്നു. ഈ അബദ്ധം പോലും ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറഞ്ഞ സർക്കാരാണ് ഇസ്രായേലിൻ്റേത്. അല്ലാതെ വിമർശനം ഉന്നയിക്കുന്നവരെയും ചോദ്യങ്ങൾ ചോദിക്കുന്നവരെയും രാജ്യദ്രോഹിയാക്കുകയല്ല. അത് അടഞ്ഞ സമൂഹത്തിൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ നമ്മൾ അടഞ്ഞ സമൂഹമാണോ? സ്വയം ചോദിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.